നമസ്കാരം. ഫുട്ബോൾ വീഡിയോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം ബാർസലോണ ഇന്നലെ പ്രീ സീസൺ മാച്ചിൽ മാഞ്ചസ്റ്റർ സിറ്റിനെ 4-1 ഷൂട്ടൗട്ട് തോപ്പിച്ചു. റെഗുലർ ടൈമിൽ 2-2 മാച്ചിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനായിട്ടില്ല. ഹാളണ്ടിന്റെ ഒരു ഗോള് ലൈൻ കളർന്ന് കൊടുത്തില്ല, അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ മാച്ചിൽ നമ്മുടെ കുറച്ച് പയ്യന്മാരിറങ്ങി തകർത്തു. മാച്ചിനെ കുറിച്ചും കൂടുതൽ പയ്യന്മാരെ കുറിച്ചുള്ള ഫർദർ അനാലിസിസോ അതോ അവരെന്ത് മാത്രം നമുക്ക് പ്രതീക്ഷ തരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് പ്രോബ്ലി ഒരു 3-4 മാച്ചോട് ഈ പ്രീ സീസൺ ടൂർ കഴിയുമ്പോഴേക്കും മേ ബി ജോൺ ക്യാമ്പർ ട്രോഫി ഒക്കെ ആകുമ്പോഴേക്കും ഒരു ഐഡിയ കിട്ടുമായിരിക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അണ്ടർ ഹാൻസി ഫ്ലിക് മാച്ചുകൾ കാണാൻ നല്ല രസമായിരിക്കും. അധികം ടൈം വേസ്റ്റിംഗ് ഒന്നുമില്ല. ബോൾ കിട്ടുക എത്രയും ക്വിക്കായിട്ട് തന്നെ കൗണ്ടേഴ്സ് അഥവാ അറ്റാക്സ് ഇനിഷ്യേറ്റ് ചെയ്യുക, ഹൈ പ്രസിങ്, ഹൈ അഗ്രസീവ് പ്രസിങ്, മാക്സിമം ബോൾ ഫോർവേഡിലോട്ട് മൂവ് ചെയ്യുക. അതൊക്കെ കാണുമ്പോൾ മാച്ചുകൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആൻഡ് എടുത്തു പറയേണ്ട പേരുകളൊന്നാണ് കസാഡോ. ഐ തിങ്ക് കസാഡോ നമ്മുടെ ടീമിൽ റെഗുലർ ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പക്ക ഹാൻസി ഫ്ലിക് ടൈപ്പ് പ്ലെയർ ആയിട്ട് തോന്നുന്നുണ്ട്. ആൻഡ് ബെർണാൽ റിയലി ഇംപ്രസ് ചെയ്ത് ഇന്നത്തെ ഒരു മാച്ചിൽ. ബട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, മറ്റ് പ്ലേയേഴ്സ് പലരും ഉണ്ട്, അതിലൂടെ ഞാൻ ഇപ്പം കിടക്കുന്നില്ല. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന 3 പ്ലേയേഴ്സിനെ കുറിച്ചാണ്. പാവ് വിക്ടർ റോക്കെ, അതുപോലെ തന്നെ ലെവൻഡോസ്കി. പാവ് വിക്ടറിന്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ ഇന്നലത്തെ മാച്ചിൽ വൺ ഓഫ് ദ ഇംപ്രസീവ് പെർഫോമൻസുകൾ ഒന്നാണ്. 22 വയസ്സുകാരനായ ജിറോണയിൽ നിന്ന് നമ്മൾ 2.5 മില്യൺ യൂറോസിന് വാങ്ങിച്ച ഫ്യൂച്ചർ സെല്ലോൺ ക്ലോസും വെച്ചിട്ടുണ്ട്. വാങ്ങിച്ച ഈ സ്പാനിഷ് സ്ട്രൈക്കർ. ലാസ്റ്റ് ഇയർ ബാർസ അത്ലറ്റിയിൽ അടിപൊളി പെർഫോമൻസ് ലോണിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന പ്ലെയറാണ്. 20ഓളം ഗോളുകളൊക്കെ ബാർസ അത്ലറ്റിക്കിന് വേണ്ടി അടിക്കുകയുണ്ടായി. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈ വർഷം 22 വയസ്സുകാരനെ. 22 വയസ്സുണ്ട്. തീരെ എങ്ങല്ല 18-17 ആ കാറ്റഗറി അല്ല, 22ആണ്. ഒബ്വിയസ്ലി ഫസ്റ്റ് ടീം പ്ലെയർ ആവാനായിട്ടുള്ള ഏജ് ഒക്കെ ആയിട്ടുണ്ട്. ഒബ്വിയസ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വർഷം ലെവൻഡോസ്കിയുടെ ഒരു റീപ്ലേസ്മെന്റ്, അഥവാ ലെവൻഡോസ്കിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരാനായിട്ട് ഇപ്പം കേൾക്കുന്ന 2 പേരുകളൊന്ന് വിക്ടർ റോക്കിന്റെ, അതുപോലെ തന്നെ പാവ് വിക്ടറിനെയാണ്. വിക്ടർ റോക്കിനെ നമ്മൾ വിൽക്കാനായിട്ടൊക്കെ മാർക്കറ്റ് വെച്ചിട്ടുണ്ട്, പക്ഷെ താരം പോകത്തില്ല എന്ന് പറഞ്ഞ വാശി നിൽക്കുവാണ്. അപ്പോൾ ഇന്നലത്തെ മാച്ചിൽ നമ്മൾ നോക്കാനായിട്ടാണ് വിക്ടർ റോക്കിനെ ലെഫ്റ്റ് വിങ് ഫോർവേഡ് ആയിട്ട് ആണ് ഇറക്കുന്നത് നമ്മൾ കണ്ടത്. വിക്ടർ റോക്ക് ഒരു ലെഫ്റ്റ് വിങ് ഫോർവേഡ് അല്ലാന്ന് ലാസ്റ്റ് ഇയർ നമ്മൾ കണ്ടു. ഇന്നലത്തെ മാച്ചിലും ക്ലിയർലി വിസിബിൾ ആയിരുന്നു. ആൾ ഒട്ടും കംഫർട്ടബിൾ അല്ല ആ റോളിൽ. ആൾക്ക് ആ ഒരു റോൾ കളിക്കാനേ പറ്റത്തില്ല. ആൾ കളിക്കുവാണെങ്കിൽ സെൻട്രൽ ഫോർവേഡ് റോളിൽ തന്നെ ആളിരുന്നു, സെൻട്രൽ ഏരിയാസിൽ, അല്ലാതെ വൈഡ് ഏരിയാസിൽ ഇട്ടാൽ ആൾ മോശമായിരിക്കും. പാവ് വിക്ടറിന്റെ കാര്യം എടുത്തു പറയണം. പാവ് വിക്ടറിനെ മേ ബി ലെഫ്റ്റിൽ ഇട്ടാൽ ആൾ ത്രൈവ് ചെയ്യും, കാരണം ആൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആളുടെ ഫസ്റ്റ് ടച്ചുകൾ, ആളുടെ മൂവ്മെന്റുകൾ, ആളുടെ ലിങ്ക് അപ്സ്, എസ്പെഷ്യലി ആളുടെ ആ ഒരു ബേസ്റ്റ് ഓഫ് സിക്സ്, ആ ഒരു 10 യാർഡ് പേസ് നമ്മൾ പറയത്തില്ല, ആ റൺ, അതിലൊക്കെ ആൾ സൂപ്പർവായിട്ട് തോന്നിയിട്ടുണ്ടായി. എസ്പെഷ്യലി ആളുടെ ടച്ചുകളും ഡിസിഷൻ മേക്കിങ് വളരെ സൂപ്പർവായിട്ട് തോന്നി. ഇന്നലെ ഗോൾ അടിച്ചു. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നലത്തെ മാച്ചിൽ വിക്ടർ റോക്കിനെ ഓവറോൾ നോക്കാനാണ് വൺ ഓഫ് ദ ഡിസപ്പോയിന്റിംഗ് പെർഫോമൻസ്. വീണ്ടും ആളുടെ സ്ട്രോങ് പൊസിഷനിലല്ല ഇറക്കിയത്, പക്ഷെ എന്നാലും ആളുടെ ഫസ്റ്റ് ടച്ചുകൾ വളരെ മോശം, ആളുടെ ഡിസിഷൻ മേക്കിംഗ് മോശം, ആൾ വളരെ ചുരുക്കം പാസുകളെ ആൾ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. നമ്മൾ എന്തൊക്കെ പറയാനും ശരിയാണ്, വൈഡിലാണ് ഇടുന്നതെന്ന് പറഞ്ഞാലും സെൻട്രൽ ഏരിയാസിലോട്ട് വന്നാലും ആളുടെ ഫസ്റ്റ് ടച്ചുകളും ഡിസിഷൻ മേക്കിങ്ങും ഇമ്പ്രൂവ് ചെയ്തേ പറ്റൂ. ഇപ്പം എന്തുകൊണ്ടാണ് സാവിയും അവൻ ഇപ്പം ഫ്ലിക്കിന്റെ കോച്ചിങ് സ്ക്വാഡും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ വിക്ടർ റോക്കിൽ ഇംപ്രസ്ഡ് അല്ല എന്നാണ് കേൾക്കുന്നത്. എസ്പെഷ്യലി നമുക്ക് ആ ട്രെയിനിങ്ങിലൊക്കെ നോക്കുമ്പോൾ അവർക്ക് ക്ലിയർലി വിസിബിൾ ആണല്ലോ ഈ പ്ലെയറിന്റെ ഫസ്റ്റ് ടച്ച് മോശമാണ്, ഡിസിഷൻ മേക്കിംഗ് മോശമാണ്, പാസിംഗ് റേഞ്ച് മോശമാണ്. എസ്പെഷ്യലി അവർ കൂടുതലും ആ ഒരു ഫർദർ അനാലിസിസുകൾ ആ ഒരു സ്ക്വാഡ് അഥവാ ആ ഒരു കോച്ചിങ് ടീം ചെയ്യുമ്പോഴേക്കും അവർക്ക് പ്ലെയറിന്റെ വീക്ക്നെസ്സുകളും സ്ട്രെങ്ത് മനസ്സിലാവും. നമുക്ക് ഈ അറ്റ്ലീസ്റ്റ് ഈ ഒരു മാച്ചിൽ കുറച്ച് മിനിറ്റ്സിൽ നിന്ന് തന്നെ വിക്ടർ റോക്കിന്റെ ഫസ്റ്റ് ടച്ചുകളും മറ്റുമൊക്കെ മോശമാണെന്ന് മനസ്സിലാക്കി സ്ഥിതിക്ക് അവർക്ക് ട്രെയിനിങ്ങിൽ ഫർദർ അനാലിസിസ് ഒക്കെ കിട്ടിക്കാണും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം വിക്ടർ റോക്കിനെ വിൽക്കുന്നതിന് എതിരല്ല എന്ന് ഹാൻസി ഫ്ലിക്കും പറയുന്നത്. അതുപോലെ തന്നെ സാവിയും പുള്ളി അധികം റേറ്റ് ചെയ്തിരുന്നില്ല. നമ്മുടെ ഒരു പാനിക് ബൈ ആയി പോയോ ഇതെന്നൊരു ഡൗട്ട് വരുന്നത്. ആൻഡ് വിക്ടർ റോക്കിനെ ഈ സീസൺ യൂസ് ചെയ്യുവാണെങ്കിൽ സെൻട്രൽ ഏരിയാസിൽ യൂസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആൾ ഇടുന്ന വേസ്റ്റ് ആണ്. ആൻഡ് ആളുടെ ഫസ്റ്റ് ടച്ച് ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ആൾക്ക് ഈവൻ സെക്കൻഡ് അറ്റ് ദിസ് മൊമെന്റ് മേ ബി പ്രീ സീസൺ ടൂർ കഴിയുമ്പോഴേക്കും ലെവൻഡോസ്കി കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എന്നുള്ളത് പാവ് വിക്ടറായി മാറുമോ എന്നാണ് എൻ്റെ ഡൗട്ട്. അതിനുശേഷം തേർഡ് ചോയ്സ് ആയി വിക്ടർ റോക്ക് മാറുമോ, അതോ ലെഫ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു പ്ലെയർ ആയി വിക്ടർ റോക്ക് മാറുമോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നേക്കാം. ആൻഡ് വിക്ടർ റോക്ക് അടുത്ത വരുന്ന മാച്ചുകളിൽ ഇംപ്രസ് ചെയ്തില്ലെങ്കിൽ വിക്ടർ റോക്കിന്റെ കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാകും. ഹാൻസി ഫ്ലിക്കും മേ ബി സാവിയെ പോലെ ആൾക്ക് അധികം മിനിച്ച് കൊടുക്കുന്ന വരത്തില്ല, ആൾ ഒട്ടും ട്രസ്റ്റ് ചെയ്തില്ലെന്ന് വരാം. ആൻഡ് പാവ് വിക്ടർ ഇംപ്രസ് ചെയ്താൽ പുള്ളി സെക്കൻഡ് ചോയ്സ് സ്ട്രൈക്കറായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടില്ല. അവിടുന്ന് ഞാൻ ലെവൻഡോസ്കിയിലോട്ട് വരുവാണ്. ലെവൻഡോസ്കി ലാസ്റ്റ് ഇയർ വൺ ഓഫ് ദ മോസ്റ്റ് ഡിസപ്പോയിന്റിംഗ് പ്ലേയേഴ്സ് ആയിരുന്നു. അതെന്തൊക്കെ പറഞ്ഞാലും ശരി, ബാർസെ വന്നതിന് ശേഷം കഴിഞ്ഞ 2 വർഷം നമ്മൾ ടോപ്പ് സ്കോർ അല്ലായിരുന്നു, പക്ഷേ ഇമ്പോർട്ടൻറ്റ് മാച്ചുകളിൽ നമ്മളെ ലെറ്റ് ഡൗൺ ചെയ്തു. വേൾഡ് കപ്പിന് ശേഷം ലെവൻഡോസ്കി എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ലെവൻഡോസ്കിക്ക് ആ ഒരു ഇതില്ല. ലെവൻഡോസ്കിയുടെ ഡിസിഷൻ മേക്കിംഗ്, ഫിനിഷിങ്, ആറ്റിറ്റ്യൂഡ്, ലെവൻഡോസ്കിയുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയണം. ഇന്നലെ ആ ഒരു പിച്ചിൽ പുള്ളി വന്നതിന് ശേഷം യങ്സ്റ്റേഴ്സ് പുള്ളിക്ക് പാസ് ചെയ്യാതെ, ഈവൻ ടൈറ്റ് ആംഗിളിൽ നിന്ന് പോലും പാസ് ഇടാത്തപ്പോൾ അവർ ഷോട്ട് എടുക്കുമ്പോൾ അവരോട് ചൂടാവുന്നത്. അതേ സമയത്ത് ലെവൻഡോസ്കിക്ക് തിരിച്ച് പാസ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ വന്നപ്പം ഇവൻ യങ്സ്റ്റേഴ്സ് ഫ്രീ ആയിരുന്ന സമയത്ത് ആൾ പാസ് ചെയ്യുമല്ല, ഷോട്ട് എടുക്കുകയാണ്.
ശരിയാണ്, സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റിങ്ക്റ്റ് വേണം, സ്ട്രൈക്കർ ഗോൾ അടിക്കണം. പക്ഷേ നമ്മുടെ ടീമാണല്ലോ മുഖ്യം. ഇത് പ്രീ സീസൺ ആണ്, പക്ഷേ എന്നാലും ടീമാണല്ലോ മുഖ്യം. പാസ് ചെയ്യേണ്ട സിറ്റുവേഷനിൽ പാസ് ചെയ്യണം. ഇവൻ ലാസ്റ്റ് ഇയർ യമാലിനെ പോലും നമ്മൾ പല അവസരങ്ങളിലും പാസ് ചെയ്യാത്ത സിറ്റുവേഷൻ, അതാ പാസ് മോശമായാലും ലെവൻഡോസ്കി ഷൗട്ട് ചെയ്ത് നമ്മൾ കാണാറുണ്ട്. യങ്സ്റ്റേഴ്സിനോട് ഇത് അഡ്വൈസ് കൊടുക്കണം, എല്ലാം ചെയ്യണം. ബട്ട് ലെവൻഡോസ്കിയുടെ അഗ്രഷൻ ഷൗട്ടിങ് ഒരു അല്പം ഓവർ ആവുന്നുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. രണ്ട്, പുള്ളി ഈവൻ ഈ അവസാനത്തെ ലാസ്റ്റ് സീസൺ എൻ്റെ ക്യാപ്പം ക്ലിയർലി വിസിബിൾ ആയിരുന്നു. യമാല് ആ ഒരു ഷൗട്ടിങ്ങിനൊന്നും ഭാഗം കൊടുക്കാതെ ആൾ ഷോട്ട് എടുക്കാൻ തുടങ്ങി. ഷോട്ട് എടുക്കേണ്ടപ്പോൾ എടുക്കണം, എപ്പോഴും പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഇവിടെ ലെവൻഡോസ്കി ഇവൻ സ്വന്തം ടീമേറ്റ്സ് ഫ്രീ ആണെങ്കിലും ആൾ ഷോട്ട് എടുക്കും, ആൾ പാസ് ചെയ്യത്തില്ല. ഇന്നലത്തെ മാച്ചിൽ അത് നമ്മൾ കണ്ടു. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം, ഷോട്ട് എടുത്തോട്ടെ, കൺവേർട്ട് ചെയ്യാനില്ലായിരിക്കാം, പക്ഷേ യങ്സ്റ്റേഴ്സിനോട് തിരിച്ച് ഓവർലി അഗ്രസീവായിട്ട് തിരിച്ച് അങ്ങോട്ട് പാസ് കൊടുക്കാൻ അവസരം വരുമ്പോൾ പുള്ളി ചെയ്യാത്ത എന്താണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് എടുത്തു പറയേണ്ട കാര്യം, ലെവൻഡോസ്കിക്ക് ഒരു ഫ്രീ പാസ് ഈ വർഷം കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. വൺ ഓഫ് ദ ഹയസ്റ്റ് ഏണേഴ്സ് ഇൻ ദ ലീഗയാണ്. ആൻഡ് ആളെ നമ്മൾ ഒബ്വിയസ്ലി നമുക്കൊരു ഓഫർ വന്നാൽ ബോർഡിന് വിൽക്കാൻ താല്പര്യം കാണും. പക്ഷെ ആള് ഫസ്റ്റ് ചോയ്സ് ആണെന്ന് ആൾക്കറിയാം. ആൾക്കൊരു കോമ്പറ്റീഷൻ അവിടെ ഇല്ലെന്ന് അറിയാം. സോ ആൾ ക്ലിയർ ഫേവറേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയും. എനിക്ക് വേണ്ട എന്നാന്ന് വെച്ചാൽ മേ ബി ജോൺ ഗ്രാമ്പർ ട്രോഫി വരെ ലെവൻഡോസ്കിക്ക് ഒരു അവസരം കൊടുക്കുക, റെഗുലർലി യൂസ് ചെയ്യുക. അതുകൊണ്ട് ഈ പ്രീ സീസണിലും ലെവൻഡോസ്കി ഒട്ടും ഇംപ്രസീവ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ പുള്ളി ഔട്ട് ആൻഡ് ഔട്ട് ഗ്യാരണ്ടീഡ് സ്ട്രൈക്കർ ആക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഈ പാവ വിക്ടർ ഇംപ്രസീവ് ആണ്, അടുത്ത സീസൺ തുടങ്ങുകയാണ്, ഇമ്പോർട്ടൻറ്റ് മാച്ചുകളിൽ ലെവൻഡോസ്കി വീണ്ടും ലെറ്റ് ഡൗൺ ചെയ്യണം. ആറ്റിറ്റ്യൂഡ് ശരിയല്ലെങ്കിൽ പുള്ളിനെ ബെഞ്ച് ചെയ്തിട്ട് പാവ വിക്ടറിനെ സ്റ്റാർട്ട് ചെയ്യുന്നതിലോ വിക്ടർ റോക്കിനെ സ്റ്റാർട്ട് ചെയ്യുന്നതിലോ യാതൊരു തെറ്റുമില്ല, ഒരു തെറ്റുമില്ല. കാരണം അത് ആൻസിപ്ലിക്ക് ചെയ്യുമായിരിക്കും, എനിക്കറിയത്തില്ല. ലെവൻഡോസ്കി പഴയ ലെവൻഡോസ്കി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ലെവൻഡോസ്കിയുടെ ആറ്റിറ്റ്യൂഡ് ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ലെവൻഡോസ്കി ഇംപ്രസീവ് ആണോ എന്ന് ചോദിച്ചാൽ ഫിനിഷിങ്ങിലൊക്കെ ഒത്തിരി ഡൗൺ ആവുന്ന തോന്നുന്നുണ്ട്. ആൻഡ് ആൾ ഔട്ട് ആൻഡ് ഔട്ട് ഗ്യാരണ്ടി സ്റ്റാർട്ടർ ആക്കേണ്ട ഒരു ആവശ്യമില്ല, എന്തൊക്കെ പറഞ്ഞാൽ എത്ര വലിയ ഏണേഴ്സ് ആണെന്ന് പറഞ്ഞാൽ. സോ ജോൺ ഗ്യാമ്പർ ട്രോഫി സീസൺ തുടങ്ങുക, ലെവൻഡോസ്കി ഈ ഒരു പെർഫോമൻസ് ലെറ്റ് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് പാവ് വിക്ടർ ഓർ സ്റ്റാർട്ട് വിക്ടർ ഒക്കെ അല്ല, സ്റ്റാർട്ട് ഇവൻ ഫെർമിൻ ലോസ് ഫോൾസ് നയൻ എന്തെങ്കിലും യൂസ് ചെയ്ത് മാറ്റുക. അവിടെ ലെവൻഡോസ്കിക്ക് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കുക, ആളെ പ്രഷറിലാക്കുക. മേ ബി അതായിരിക്കാം നമ്മൾ ചെയ്യേണ്ടത്. ഒരു ദിവസം അങ്ങനെ ഒരു പ്രഷറിലായാൽ നെക്സ്റ്റ് സീസൺ മിക്കവാറും പുള്ളി പോകാനായിട്ടൊരു ഡിസിഷൻ എടുത്താലോ, അല്ലെങ്കിൽ പുള്ളി 2026 വരെ ഇങ്ങനെ സൂചിച്ച് നിന്ന് ആൾക്കറിയാം 30+ മില്യൺ സാലറിയും കിട്ടും, 2026 വരെ കോൺട്രാക്റ്റും ഉണ്ട്. സോ ലെവൻഡോസ്കിനെ നമുക്കൊരു ഈസി പാസ് കൊടുക്കാൻ പറ്റത്തില്ല. പാവ് വിക്ടർ റോക്കും ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ ഇവർക്ക് കൊടുക്കണം. എനിക്ക് ഏറ്റവും ആഗ്രഹം ഇപ്പോൾ പാവ് വിക്ടർ ഈ ഇംപ്രസീവായിട്ട് തന്നെ ഈ ഒരു പ്രീ സീസൺ കംപ്ലീറ്റ് ചെയ്യുക. ആൻസി ഫ്ലിക്കിനോട് എന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഡിമാൻഡിങ് പെർഫോമൻസുകൾ എടുക്കുക. ലെവൻഡോസ്കിയെ പ്രഷറിലാക്കുക, ടീമിൽ കോമ്പറ്റീഷൻ വരാം, എന്നാലേ ശരിയാകത്തുള്ളൂ. ആ സെയിം അവസ്ഥയാണ് ഗോൾ കീപ്പർ സിറ്റുവേഷനിലും ടെർസ്റ്റഗന്റെ കാര്യത്തിൽ, ഇനിയാക്കി പിന്നെ അർച്ചാഗ്ലയുടെ കാര്യത്തിൽ. അതിൽ ഞാൻ പിന്നെ പറയാം. ആൻഡ് പാബ്ലോ ടോറ ഇന്നലെ ഇംപ്രസ് ചെയ്ത മറ്റൊരു പ്ലെയറാണ്. ബട്ട് അതിലോട്ടൊക്കെ നമുക്ക് ഇനി പ്രീ സീസൺ കുറച്ച് മാച്ചുകളോടെ കാണും. ബട്ട് പാവ് വിക്ടറോ ആൻഡ് ലെവൻഡോസ്കി ഇതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. ലെവൻഡോസ്കി കോമ്പറ്റീഷൻ കൊടുത്തേ പറ്റൂ, അപ്പായേ പറ്റൂ. പാവ് വിക്ടർ ഹോപ്പുണ്ട് ഈ പ്രീ സീസണിൽ എനിക്ക് ഏറ്റവും നല്ലപോലെ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹമുള്ള പ്ലെയറാണ്. കാരണം ലെവൻഡോസ്കിയിലേക്ക് ഒരു സീരിയസ് ത്രെറ്റായിട്ട് ആൾ നിൽക്കണം. ആൻഡ് വിക്ടർ റോക്കിനെ ലെഫ്റ്റിൽ യൂസ് ചെയ്തോളാം. വിക്ടർ റോക്ക് ഫസ്റ്റ് ടച്ചും ഡിസിഷൻ മേക്കിംഗ് ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എത്ര പൈസ കൊടുത്തെന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കോച്ചുമാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവരെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് പ്ലേയേഴ്സിനെ പിക്ചർ ഇറക്കത്തുള്ളൂ. പക്ഷേ ആൾക്ക് ഡിസർവിംഗ് ആയ കുറച്ചുകൂടെ ഗെയിം ടൈം നമ്മൾ കൊടുക്കണം. പിന്നെ ആളുടെ ഫേവറേറ്റ് പൊസിഷനായ സെൻറ്റർ ഫോർവേഡിലും യൂസ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ലെഫ്റ്റിൽ വിക്ടർ റോക്കിന് ഇടുന്നത് വെറുതെ ആണെന്ന് തോന്നുന്നുണ്ട്. ആളുടെ വർക്ക് റേറ്റിലൊന്നും ഒരു ചോദ്യമില്ല, പക്ഷേ നമ്മൾ വർക്ക് റേറ്റ് മാത്രം പോരല്ലോ, കുറച്ചുകൂടെ ഫസ്റ്റ് ടച്ചും ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണം. സോ എന്താണ് നിങ്ങൾക്ക് ഈ പ്രീ സീസൺ മാച്ചിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ പ്ലേയേഴ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയാം. നമുക്ക് ഗോൾ കീപ്പർ സിറ്റുവേഷനെ കുറിച്ച് പിന്നീട് ഒരു വീഡിയോയിൽ സംസാരിക്കാം. അവിടെ ടെർസ്റ്റഗന്റെ കാര്യത്തിന് സംസാരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും